പരിശുദ്ധ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. അല്പനിമിഷം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പാസ്റ്റർ ഷിജു അലലിയ ദീർഘവർഷങ്ങളിൽ ഷാരോന്റെ സഭാ ശുശ്രൂഷകനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കാൻ കർത്താവിൻ്റെ ദാസനെ സാഹചര്യങ്ങൾ ഒരുക്കി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവർക്ക് ഈ ദേശത്തിലേക്ക് കടന്നു വരുവാനിടയായി. അവർ ഒറ്റയ്ക്കാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. പല ആൾക്കാരും കടന്നു വന്ന് ഭവനത്തിൽ ആരാധന തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ കടന്നു വരികയും ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയും നമുക്ക് ഒരുമിച്ച് ഒരു ആരാധന തുടങ്ങാമെന്ന് പറഞ്ഞ് അലലിയ ഞങ്ങൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. പ്രിയമുള്ള ആത്മീക മർമ്മങ്ങൾ ഒത്തിരി അലലിയ അനുഭവിപ്പാൻ കർത്താവിൻ്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കും. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു ഉല്ലാസമേ, ഓ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ഓ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ഓ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. സന്തോഷം ദൈവസ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തിൻ്റെ കൃപ എത്രത്തോളം നമ്മുടെ സഭയിൽ അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയ ദൈവത്തിൻ്റെ കൃപയോർത്ത് സ്തോത്രം. ആദരണീയനായ ദൈവദാസൻ കുടുംബം, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവവിശ്വാസികളും, പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം പുതുതായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളായി നാം പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ ദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മളോടൊപ്പം ചേർന്ന് ഒരു മനസ്സോടെ നിൽക്കുന്ന ദൈവഭക്തന്മാരെ ഞങ്ങൾ കൂട്ടി യോജിപ്പിക്കണേ എന്നുള്ളതായ ദൈവദാസനോടൊപ്പം ഞങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവ ഭാഗ്യം നൽകി. ദൈവത്തിൻ്റെ കൃപയോർത്ത് സ്തോത്രം. പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയിലേക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. കർത്താവെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനോടൊപ്പം തന്നെ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. അല്പനിമിഷത്തെ കേട്ട് വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം ആർക്കും ശബ്ദമുയർത്തി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ആർക്കും ശബ്ദമുയർത്തി വായിക്കാം. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. ഏകദേശം 5 ആഴ്ചകളായി ഈ സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏദേൻ തോട്ടം എന്ന വിഷയമാണ്. ഏദേൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏദേൻ തോട്ടത്തിൻ്റെ അനുഭവം നമ്മുടെ വ്യത്യസ്തമായ തലങ്ങളിൽ വരണമെന്നുള്ളതാണ്. ഇന്ന് പുതുതായി കടന്നു വന്ന വ്യക്തികളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് 5-ാമത്തെ വട്ടമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് ദൈവസഭയ്ക്ക് ആവശ്യമായൊരു കാര്യം പരിശുദ്ധാൻ വ്യക്തമായ ആലോചന അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക. അത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായതുകൊണ്ടാണ് ദൈവസഭയോട് അല്ലെങ്കിൽ സ്തോത്രം ഞാൻ ഈ 5 ആഴ്ചകളായിട്ട് പലവിധമാകുന്ന വിഷയങ്ങൾ ഈ ഏദേൻ തോട്ടം എന്ന വിഷയത്തെപ്പറ്റി പറയുന്നത്. ഇത് 5-ാമതും കേൾക്കുന്ന സൂമിലൂടെ കേൾക്കുന്ന പലരും ചിന്തിക്കാറുണ്ട്, പിന്നെയും ആവർത്തനമെങ്കിലും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഏദേൻ തോട്ടം എന്ന വിഷയം അല്ലെങ്കിൽ സ്തോത്രം ഞാൻ എൻ്റെ സ്വന്തം ശൈശവകാലം മുതൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ദൈവമക്കളുടെ കഷ്ടത മാത്രമേ ഉള്ളൂ. ഞാൻ പലരും കേട്ടിട്ടുണ്ട്, സ്വന്തം കഷ്ടതയിലൂടെ ദൈവജനം പോണം. നമ്മൾ ഈ ലോകത്തിൽ നന്മ അനുഭവിക്കുന്നതിനേക്കാളും വരാവുന്ന കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് ജീവിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വിവിധമായ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുടുംബത്തോടും പറയും, ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഭവനത്തിലേക്ക് പറയുമായിരുന്നു. എന്നാൽ
ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തിപരമായ പലവിധമാകുന്ന ആലോചന, ദൈവദാസം എൻ്റെ ആത്മീയ പിതാവൊക്കെ ഉണ്ട്, അദ്ദേഹമൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായപ്പോൾ ഒരു കാര്യം എന്നോട് ദൈവാത്മാവ് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ ഈ ഭൂമി സൃഷ്ടിച്ചതിന് ചില പദ്ധതിയുണ്ട്. നമ്മെ ദൈവം ദൂതന്മാരായിട്ടല്ല സൃഷ്ടിച്ചത്. ദൂതന്മാരായിട്ട് ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനുവേണ്ടി മാത്രമല്ല. ദൈവത്തെ ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാകാതെ മരണം കാത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, കർത്താവിന്റെ വരവിനോട് നാം ഒരുങ്ങി കാത്തിരിക്കണം. പക്ഷെ അതിനേക്കാളും ഏറെ ഈ ലോകത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല എങ്കിൽ ദൈവം താങ്കളെ ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം ദുഃഖിക്കുന്ന അനുഭവത്തിലേക്ക് പോകേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളരുമ്പോൾ ഓരോ അവരുടേതായ വളർച്ചയിലും മാതാപിതാക്കൾ സന്തോഷിക്കേണ്ട കാരണം എന്നറിയാമോ? നമ്മെക്കാളും ശ്രേഷ്ഠമായി വളർന്നു വരണമെന്നുള്ള ആഗ്രഹത്തോടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം മനുഷ്യരെ ഭൂമി സൃഷ്ടിച്ചത് കഷ്ടതയിലൂടെയാണ് നമ്മുടെ ജീവിതം പോകാനാണെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാ. പക്ഷേ ആ കഷ്ടതയിൽ നിന്നും പുറത്തു വരുവാൻ ദൈവം ഒരു അവസരം നൽകിയാൽ അതിൽ കയറി നിൽക്കരുത്, പുറത്തു വന്ന് ദൈവത്തെ ആരാധിക്കണം. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദുരുപദേശമൊന്നും അല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ കഷ്ടത, ഞാൻ ചിലരൊക്കെ പറയാറുണ്ട് കഷ്ടത മാത്രം. ഞാൻ പറയുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പറയണം, രാവിലെ ഗുഡ് മോർണിംഗ് കൊടുക്കരുത്, ബാഡ് മോർണിംഗ് കൊടുത്തേക്കണം. എന്നിട്ട് പറയണം, നിങ്ങളുടെ ജീവിതം സകലത് ശുഭത്തിന് പകരുന്നതായി തീരണം, തിന്മയായി ഭവിക്കണം. അങ്ങനെ ഒരു 2 വാക്ക് പറഞ്ഞു നോക്കി, പിന്നെ ജീവിതത്തിൽ കഷ്ടത പറ്റി പറയത്തില്ല. ഞാൻ പറഞ്ഞത്, കഷ്ടത ദൈവസന്നിധിയിൽ ദൈവമക്കളുടെ വരും. പക്ഷേ അതിൽ നിലനിൽക്കേണ്ട കൃപയും കൂടെ കർത്താവ് നൽകിയ. ദൈവം എന്താ പറയുക? കർത്താവ് എന്താ പറയുക? ഈ ലോകത്തിന് കഷ്ടമുണ്ട്, ധൈര്യപ്പെടും, ഞാൻ ലോകത്ത് ചെന്നതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ. അനേകം ഭക്തന്മാർ കഷ്ടതയുടെ തീച്ചുളയിൽ കർത്താവിന്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. അതൊക്കെ അവർ നിൽക്കുമ്പോൾ അവരെ ബഹുമാനത്തോടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പദ്ധതിയില്ലാത്ത ഒരു കഷ്ടതയിലൂടെ നാം പോകരുത്. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ചില കഷ്ടതയാണെങ്കിൽ ദൈവനാമഹത്വത്തിനായിരിക്കും. പക്ഷെ അല്ലാത്ത കഷ്ടതയാണെങ്കിൽ അതെന്റെ ജീവിതത്തിൽ വന്ന് ദൈവം തന്നു എന്ന് പറഞ്ഞു നിൽക്കുന്നതിനേക്കാളും പുറത്തു വരെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഏദേൻ തോട്ടമായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. ഏതൊക്കെ സാഹചര്യങ്ങളിലാകുവാൻ ആഗ്രഹിക്കുന്നു? ഒന്ന്, നമ്മുടെ ശരീരം ഒരു ഏദേൻ തോട്ടമാകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, ഹല്ലേലൂയ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഏദേൻ തോട്ടമാകാൻ ആഗ്രഹിക്കുന്നു. 2, നമ്മുടെ ഭവനം ഒരു ഏദേൻ തോട്ടമാകുവാൻ ആഗ്രഹിക്കുന്നു. 3, നമ്മുടെ കുടുംബം ഒരു ഏദേൻ തോട്ടമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു സഭ, നമ്മുടെ ദൈവസഭ, ദൈവത്തിന് നിലനിൽക്കേണ്ട ദൈവമക്കൾ ഒരുമിച്ച് കൊണ്ട് ദൈവസഭ ഒരു ഏദേൻ തോട്ടമാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ ഏദേൻ തോട്ടം അങ്ങനെ ഒരു അനുഭവത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായി നിൽക്കുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളെല്ലാം കർത്താവ് മാറ്റുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കഷ്ടവും ദൈവഹിതമല്ല. നമ്മുടെ ജീവിതം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, ശത്രുവിന്റെ പദ്ധതി കൊണ്ടോ, മന്ത്രവാദങ്ങൾ കൊണ്ടോ, ശകുനവാദങ്ങൾ കൊണ്ടോ, എതിർ പ്രാർത്ഥനകൾ കൊണ്ടോ വിവിധമായ ശത്രുവിന്റെ പദ്ധതിയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരും ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു മെസ്സേജാണ് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ദൈവസഭയോട് പറയുവാനെന്ന ആലോചന. അത് വ്യക്തമായി ഈ ദിവസങ്ങൾ ദൈവസഭ അത് അംഗീകരിക്കുന്ന ഓർത്ത് സ്തോത്രം. സൂമിലൂടെയൊക്കെ കേൾക്കുന്ന, യൂട്യൂബിൽ എടുക്കുന്ന പലരും ഞങ്ങളോട് സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ അത് ഓർക്കണം, ഏദേൻ തോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഏദേൻ തോട്ടം? എന്താണ് അതിന്റെ അനുഭവം? അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അല്ലെ, ഒന്ന്, നല്ല കാണാൻ ഭംഗിയുള്ളതും അല്ലെങ്കിൽ കഴിക്കുവാൻ അല്ലെങ്കിൽ തിന്മാൻ യോഗ്യമായ ഫലം അതിനകത്തുണ്ടായിരിക്കണം. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ലോകപരമായ കർണരസമാകുമാറുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകണമെന്നല്ല, കർത്താവായ ദൈവം നോക്കുമ്പോൾ ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ, ഫലപ്രദമായ ഫലങ്ങൾ ഉളവാക്കുന്ന വൃക്ഷങ്ങളായി ദൈവാത്മാവ് നമ്മുടെ ഈ ഇടങ്ങളിൽ വെളിപ്പെടുത്തുകയും ആഗ്രഹിക്കുന്നു. ഫലമുണ്ടാകണം, ഫലമുണ്ടാകണം. അതിനെപ്പറ്റി ആഴമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 2ാമത്തെ വിഷയം, അപ്പോൾ ഓർക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഫലമുണ്ടാകണം, നമ്മുടെ കുടുംബങ്ങളിലേക്കകത്ത് ഫലമുണ്ടാകണം, നമ്മുടെ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ഫലമുണ്ടാകണം, നമ്മുടെ ഭവനം ഒരു ഫലങ്ങൾ, ദൈവത്താൽ ഫലങ്ങൾ ഉളവാകുന്ന ഒരിടമായിരിക്കണം. എന്താണ് ഫലം?
ഇന്ന് പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അറിയാം, വരങ്ങൾക്ക് വേണ്ടിയാണ്. വരങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രവചന വരങ്ങൾ, വീര്യപ്രവർത്തികൾ, രോഗശാന്തികൾ. ഇതിനൊക്കെ ദൈവം കൊണ്ട് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വലിയ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങളുടെ ഇടയിൽ വലിയ വലിയ കൃപകളും വരങ്ങളൊക്കെ ഇല്ല എങ്കിലും ഫലങ്ങൾ ഉണ്ടാകണം. കാരണം കർത്താവ് അങ്ങനെയുള്ളവരുടെ മധ്യത്തിലേ വസിക്കത്തുള്ളൂ. ദൈവസഭ പലപ്പോഴും പഠിപ്പിക്കാൻ മറന്നുപോയ വിഷയമാണ്. പലപ്പോഴും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത്, ദൈവത്തിന്റെ കുടുംബങ്ങൾക്കകത്ത് ഫലങ്ങൾ ഉളവാകണം. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള വിത്തുകൾ നമ്മുടെ കുടുംബങ്ങളിൽ പാകരുത്. അസൂയ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, തൊന്നവശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിനകത്ത് വിത്തുകൾ പാകരുത്. അത് തലമുറകൾ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ വിത്തുകളായി അത് അല്ലെങ്കിൽ പുറത്തു വരും, ഫലങ്ങൾ പുറത്തു വരും. പക്ഷെ നമ്മുടെ ഭവനങ്ങൾ എന്ത് ഫലമാ വരേണ്ടത്? ആത്മാവിന്റെ ഫലമുളവാകുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകണം. ദൈവവചനത്തിൽ ആത്മാവിന്റെ ഫലം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ ഫലം വെളിപ്പെടണമെങ്കിൽ ആത്മാവിന്റെ വിത്തുകൾ പാകണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ദൈവാത്മാ പറയുന്ന ഒരു കാര്യം, ഈ കാലഘട്ടം സഭ തലമുറകൾ തെറ്റിപ്പോയതിന് ഒരു പരിധിവരെ കാരണം എന്നാണെന്നറിയാമോ? ദൈവസഭയ്ക്കകത്തു പോലും ദൈവഹിതമില്ലാത്ത വിത്തുകൾ പാകുന്നു. ദൈവ കുടുംബങ്ങളിനകത്ത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവഹിതമില്ലാത്ത സംസാരങ്ങൾ അരുത്. ഒരു വ്യക്തിയെ പറ്റി അസൂയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ദേഷ്യമുളവാകുന്ന ഒരു സംഭവങ്ങൾ കുടുംബത്തിനകത്ത് സംസാരിക്കരുത്. ആ വിത്തുകൾ അങ്ങനെ പാകിയാൽ വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ ഫലങ്ങൾ ഉളവാകും. നമുക്ക് ഒരുപക്ഷെ വിത്തായിരിക്കുമ്പോൾ മാറ്റാം, ഫലമുളവായി വൃക്ഷമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പോലും ഒതുങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മഫലങ്ങൾ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഒരു ഏദൻ തോട്ടത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, ആ തോട്ടത്തിൽ സകലവിധമാകുന്നത് പലവിധമാകുന്ന കാലാവസ്ഥകൾ വരും. കാലാവസ്ഥകൾ പലതും വ്യതിയാനങ്ങൾ സംഭവിക്കും. പക്ഷേ ആ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കിടയിൽ, വേനലായിക്കോട്ടെ ഏതവസ്ഥയിലും ഒരു വൃക്ഷവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം നനയ്ക്കുവാൻ തക്കതായ നദി ഏതേൻ തോട്ടത്തിനകത്ത് ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ അനുഭവങ്ങളും, ഏത് ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധിയുടെ ക്ലൈമറ്റ് ആയിക്കൊള്ളട്ടെ, തകർന്നു പോകുമെന്ന് പരസ്യമായി പറയുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും അവിടെയൊക്കെ പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഏതേൻ തോട്ടത്തിനകത്തൊരു നദി ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിനകത്ത്, ഭവനത്തിനകത്ത്, ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവർത്തനം വ്യക്തിപരമായി വെളിപ്പെട്ടാൽ മാത്രമേ ഏതവസ്ഥയിൽ നിലനിൽക്കുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മൂന്നാമത്തെ ഏതേൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുന്ന ശബ്ദമുള്ള സ്ഥലമായിരിക്കണം ഒരു ഏതേൻ തോട്ടം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കാലൊച്ച കേൾക്കേണ്ട പല ഭവനങ്ങൾക്കകത്തും അസന്തോഷത്തിന്റെ, അസമാധാനത്തിന്റെയും ദൈവഹിതമില്ലാത്ത വഴക്കുകളിട്ട് ദൈവമക്കളുടെ കുടുംബത്തിനകത്തു പോലും ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുവാൻ തടസ്സമായി ശത്രു മരുഭൂമി പോലെ അനുഭവമാക്കിക്കൊണ്ട് ദൈവത്തിന് നമ്മുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വരാൻ പോലും കഴിയാത്ത വിധത്തിൽ ശത്രുവിന്റെ പല പദ്ധതി ഇട്ടിരിക്കുന്ന അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെതായ ശബ്ദം കേൾക്കുവാൻ ദൈവസഭ തിരിച്ചറിയണം. നമ്മുടെ ഭവനത്തിനകത്ത്, കുടുംബത്തിനകത്ത് ദൈവ ശബ്ദം കേട്ടില്ലെങ്കിൽ ഒന്ന് രാത്രി കിടന്നുറങ്ങും, കർത്താവിനോട്, കർത്താവേ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. എത്ര പേർ ആഗ്രഹിച്ചു നമ്മൾ അന്യഭാഷയോട് ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നാം പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഒരു ദിവസം അതിവിദൂരമല്ല കർത്താവേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഭവനമാണോ നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിനു വേണ്ടി വളരുവാനിടയായി തീരും. Praise the Lord. Hallelujah.
അടുത്ത് അത് മാത്രമല്ല, ഹല്ലേലൂയ, തോട്ടത്തിന്റെ നടുവിൽ ജീവന്റെ വൃക്ഷമുണ്ട്. അത് ആദാമും ഹവ്വയും പറിച്ച ഹല്ലേലൂയ വൃക്ഷം അത് വേറെയാണ്. അത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം വേറെയാണ്. പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ, ഒത്ത നടുവിൽ ജീവന്റെ വൃക്ഷമുണ്ട്. എന്താ കാര്യം? ജീവന്റെ അപ്പം എന്ന് പറഞ്ഞതും, ഞാൻ തന്നെ ജീവനും സത്യമെന്നൊക്കെ പറഞ്ഞതും, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനം എന്നൊക്കെ പറഞ്ഞത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഒത്ത നടുവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ ജീവിതം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ ഭവനം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ കുടുംബജീവിതം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം ദൈവസഭ. ശിവന്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ പല കരകളിലും ഹല്ലേലൂയ പല സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ പറയുന്നു, ദൈവസഭ ഉണർത്തപ്പെടാൻ തയ്യാറാണെങ്കിൽ, ദൈവസഭ ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കാൻ തയ്യാറാണെങ്കിൽ, അടിസ്ഥാനപരമായി ദൈവസന്നിധി തിരിഞ്ഞു വരാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് കേരളത്തെ വിടുവിക്കും. ഇനിയൊരു കാലം വരാൻ വേണ്ടി പോകുന്നു, ദൈവമക്കൾക്കല്ലാതെ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കഴിയാത്തൊരു കാലത്തിലേക്ക് നമ്മുടെ ദേശങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്ക്, വലിയൊരു ഉണർവിന്റെ കാറ്റ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ഇമ്പമായ ശബ്ദം കേൾക്കുകയും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു അനുഭവമായിരിക്കും. പക്ഷെ ഇതിനകത്തും പാമ്പിന്റെ ശക്തിയുണ്ട്, പലവിധമാകുന്ന ശക്തിയുമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്ന ഭാഗം ഒന്നുകൂടെ നമുക്കൊന്ന് ആ വേദഭാഗം വായിക്കാം. അപ്പോൾ ഓർക്കണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല അനുഭവങ്ങൾ, ഞാൻ തോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് വ്യക്തിപരമായ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, അതിനോടൊപ്പം നമ്മുടെ ശരീരം, ഇനി നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം, നമ്മുടെ സഭ. ഈ തോട്ടത്തെ ദൈവവചനം പറയുന്നു, അതിനെ കാക്കണം, പരിപാലിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തം. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഓർക്കിടെ പറയുന്നു, കർത്താവ് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഇതിനെന്ത് ചെയ്യണം? കാക്കണം, പരിപാലിക്കണം. കാക്കണം, പരിപാലിക്കണം. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മളത് കാക്കണം? ഒന്ന്, മറഞ്ഞിരിക്കുന്ന ചില ശക്തികളുണ്ട്. നമുക്കറിയാം, ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ, ദൈവം നട്ടുണ്ടാക്കിയ തോട്ടം എന്ന് പറയുന്നത് എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങളും ഉണ്ടാകുന്ന ഒരു തോട്ടമാണ്. പക്ഷേ ഹല്ലേലൂയ, ആ തോട്ടത്തിനകത്ത് ആ വൃക്ഷങ്ങളുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അടുത്തും ചില ജനറേഷൻ ഉണ്ടായാൽ മാത്രമേ ആ തോട്ടം നിലനിൽക്കത്തുള്ളൂ. ഈ ജനറേഷൻ ഒരിക്കലും നടക്കരുത്, ആ തോട്ടം നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മുളയിലെ നുള്ളിക്കളയുന്ന ശത്രുവിന്റെ ചില പദ്ധതിയുണ്ട്. പിശാചിനറിയാം, ചില വൃക്ഷങ്ങൾ അതിനകത്ത് വളർന്നാൽ, ആത്മാവിന്റെ ഫലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടാൽ, ദൈവത്തെ പിശാചിനറിയാം, ഇത് അവനെയും കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യാദികളിലും ഏത് വിഷയമായിക്കൊള്ളട്ടെ, സന്തോഷം വെളിപ്പെടണം, അസന്തോഷം വെളിപ്പെടുന്നുവെങ്കിൽ, സമാധാനം അസമാധാനം വെളിപ്പെടുന്നു, ഓർക്കണം, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിച്ച ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ഓർക്കണം, ഹല്ലേലൂയ, ഇവിടെ മുളയിലെ നുള്ളിക്കളയുന്ന ശക്തികൾ. ഒന്ന്, കഴിഞ്ഞ ആഴ്ച പഠിച്ചു, രഹസ്യമായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന ശക്തികൾ. നമ്മൾ വേദപുസ്തകം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഒന്ന് നമ്മൾ പഠിച്ച് ലിവ്യാഥാന്റെ ശക്തികൾ. എന്നാന്നറിയാമോ? സഞ്ചാരത്തെ, മുൻപോട്ടുള്ള സഞ്ചാരത്തെ ഹല്ലേലൂയ മുഴുവനായി തകർക്കുന്ന ശക്തിയാണ് ലിവ്യാഥാൻ. എന്റെ അർത്ഥം എന്നറിയാമോ? കപ്പലുകൾ പോകുമ്പോൾ, കപ്പലിന്റെ അർത്ഥം എന്നാ, അനേകം പേരുടെ ജീവിതം, അനേകം പേരുടെ വയറ്റിപ്പഴപ്പ, അനേകം കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് ഈ ചരക്ക് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി എന്തേലും നന്മകൾ കിട്ടിയിട്ട് വേണം ഈ കുടുംബങ്ങൾ കുടുംബമായി ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന. പക്ഷേ അതിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ അല്ലെ വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കുന്ന അല്ലയോ വലിയൊരു പാമ്പിൻ ശക്തിയാണ് ലിവ്യാഥാൻ എന്ന് പറയുന്നത്. മറഞ്ഞിരിക്കും തകർത്തുകളെ, മുൻപോട്ടുള്ള സഞ്ചാരങ്ങളെ തകർക്കുന്ന ലിവ്യാഥാന്റെ ശക്തി. രണ്ട്, അണലി പോലെയുള്ള ചില ശക്തികൾ പൗലോസിന്റെ മേൽ ചൂടിട്ടപ്പോൾ പുറത്തു വന്നു കൊല്ലുവാൻ ഭാവിച്ചുകൊണ്ട്
നീതി ദേവിക്ക് അല്ലെങ്കിൽ വിരുദ്ധമായി നിൽക്കുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞ് പലരും തങ്ങളുടെ മരണം കാത്തിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിൽ അഭിഷിക്തനായ പൗലോസ് അതൊന്നും പുറത്തു വന്ന് മറഞ്ഞിരുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ദൈവാത്മാവിന്റെ വ്യാപാരം വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഏതേൻ തോട്ടത്തെ മരുഭൂമിയാക്കുന്ന ചില മറഞ്ഞിരിക്കുന്ന ശക്തികളെ സഞ്ചാരങ്ങൾക്ക് വിപരീതമായി മുൻപോട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ഗതിയിലുള്ള ഗതികളെ മാറ്റുന്ന, ജീവന് പോലും ആപത്തുകൾ വരുത്തുന്ന ചില ശക്തികളെ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. പക്ഷേ അത് അല്ലെങ്കിൽ ഉള്ളിലുള്ള അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ ഇനി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, പുറമേ ഉള്ള ചില ശക്തികളുണ്ട്. അതെന്നാന്നറിയാമോ? നമ്മൾ വിചാരിക്കും പിശാചിന്റെ പദ്ധതിയാണ്, അതൊക്കെ മറഞ്ഞിരുന്ന പരിപാടി. പുറമേയുള്ള ചില ശക്തികൾ, ഞാൻ പറയും, നമ്മുടെ ജീവിതം തന്നെയാണ് പലപ്പോഴും നമുക്കെതിരായി വരുന്നത്. എത്ര പേർക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്? ഞാൻ പറഞ്ഞൊരു കാര്യം, പ്രാരംഭമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഏദെൻ തോട്ടത്തിൻ്റെ അനുഭവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവസഭ മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറയുമ്പോൾ ആർക്കും ആവർത്തന വിരസത തോന്നരുത്. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പോലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ 5-10 മിനിറ്റോ പ്രാർത്ഥിച്ചു ബാക്കി ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്തുതിക്കുന്ന ദൈവജനമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട സ്തുതിക്കാനായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ വിഷയങ്ങൾ പറയുന്നതിനേക്കാളും ദൈവസഭ ഏറ്റവും ആത്യന്തമായി ഈ കാലഘട്ടത്തിൽ ആവശ്യം സ്തുതിക്കണം. ദൈവവചനം പറയുന്നു, അല്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യഹോവയുടെ മുമ്പിൽ കർത്താവ് എന്ത് ചെയ്താൽ മതി? ദൈവത്തിനെന്തോ എന്തോ പറഞ്ഞേ, നിങ്ങൾ സ്തുതിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ സ്തുതിക്കുന്നവരായി തീരണം. അതിന് തടസ്സമായി എന്താണോ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? മാറണം. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ചില ഭാഗങ്ങൾ വചനത്തിൽ പറയുന്നു. ബാഹ്യമായി നാം സൂക്ഷിക്കേണ്ട ഭാഗം നമുക്കത് വായിക്കാം. സദൃശ്യരുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം ആർക്കും വായിക്കാം. സദൃശ്യരുടെ പുസ്തകം 4-ാം അധ്യായം 20. നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കേണ്ട ചില ഭാഗങ്ങളാണ്. സദൃശ്യയുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം. ഇവിടെ ഓർക്കണം, സകല ജാഗ്രതയോടെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. അപ്പോൾ ബാഹ്യമായ ശക്തി വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഞാനാണെന്ന് മനസ്സിലായിക്കോണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി ഞാനാണെന്ന് മനസ്സിലാക്കാത്തോളം കാലം ദൈവത്തിന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധൻ എന്നുള്ളതായ ഭാവമാണ്. എൻ്റെ കർത്താവ് വന്നാൽ ഡയറക്റ്റായിട്ട് പോകാനിരിക്കുക. ഞാൻ ചോദിക്കും, ഇവിടെ സ്തുതിക്കാൻ പോലും തയ്യാറല്ല, 24 മണിക്കൂർ സ്തുതിക്കാൻ വേണ്ടി പോവുകയാ. നിങ്ങളെന്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ സ്വർഗത്തിൽ എന്തോ പരിപാടി? ദൈവത്തെ ആരാധിക്കുക. അവിടെ കേട്ട ശബ്ദം ഹല്ലേലൂയ മാത്രം. ഇവിടെ 5 മിനിറ്റ് സ്തുതിക്കാൻ വലിയ മടിയാ. അവിടെ പോയിട്ട് എന്നാ കാണിക്കാനാ? സ്തോത്രം. അപ്പൊ ദൈവമക്കൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉള്ളിൽ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ യാത്രകളിൽ ദൈവത്തെ സ്തുതിക്കണം. ദൈവമക്കൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇരുന്ന് ദൈവസന്നിധി സ്തുതിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പോകുന്ന ഓരോ യാത്രകൾ സ്തുതിക്കണം. ആ ദേശം നിങ്ങൾക്ക് അവകാശമായി തരും. സ്തുതിക്കുന്ന ഒരു കൂട്ടം ദൈവജനം എഴുന്നേറ്റ് നോക്കുക, ആ ദേശത്തിനകത്ത് ദേശാദേശത്ത് വെളിപ്പെടത്തില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം, സ്തുതിക്കണമെങ്കിൽ ഇവിടെ പറയുന്ന ഒറ്റ കാര്യം, നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. 2-ാമത്തെ ഭാഗം വായിച്ച് 24-ാമത്തെ വാക്യം വായിച്ചേ. 2-ാമത്തെ നിന്റെ വാക്കുകളെ സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. 1, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. 2, നിന്റെ വാക്കുകളെ സൂക്ഷിക്കണം. അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചേ. നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണം. അടുത്ത 26-ാമത്തെ വാക്യം ഇവിടെ പറയുന്നു, നിന്റെ പാതകളെ സൂക്ഷിക്കണം. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കളിടയിൽ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയാതെ, പുറമേ ഞാനൊരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാലും, പുറമേ ഞാൻ എത്ര ആരാധിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാലും, ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സ്തുതിക്കുന്ന ദൈവമക്കളായി തീരണം. സ്തുതിക്കുന്നവരാകണമെങ്കിൽ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, തോട്ടത്തെ സൂക്ഷിക്കാനാക്കിയതുപോലെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം.
നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നമ്മുടെ നടപ്പിനെ സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തെ മുഴുവനും സൂക്ഷിക്കണം. റോമാലേഖനം 12 വായിക്കണ്ട, 1-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള നന്മയും പൂർണ്ണയും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ട ഭാഗങ്ങൾ നാം സൂക്ഷിക്കണം. 2 കുടുംബ ജീവിതത്തിൽ വായിക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ പെട്ടെന്ന് നിർത്താം. ഹല്ലേലൂയ. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ദൈവസഭയെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് ആ വിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഇതാരാ പറഞ്ഞ? ഷിജു അല്ല പറഞ്ഞേ, ദൈവത്തിന്റെ വചനം. സ്വന്തം കുടുംബത്തെ കരുതുവാൻ കഴിയാത്തവൻ അവിശ്വാസിയേക്കാളും അധമനെന്നാ പറയുന്നത്. കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനായി ഭാഗ്യങ്ങളെ നൽകട്ടെ. കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതിപ്രകാരം ജീവിക്കാൻ ദൈവം സഹായിക്കണം. ഈ ദിവസങ്ങൾ ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവും ഇരിക്കുന്നത് പോലെ ദൈവത്തിന് വ്യത്യസ്തമായി വിശുദ്ധിയോടെ വേർപാട് നിൽക്കേണ്ട ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് നൽകണം. വ്യക്തിപരമായ ജീവിതം, കുടുംബം പരിപാലിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് ഒന്നും കൂടെ വരാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കൾട്ടിവേറ്റ് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. കീപ്പ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആരോട് പറഞ്ഞു? ആദാമിനോട് പറഞ്ഞു. യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ നിർത്താട്ടെ. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് രാവും പകലും സൂക്ഷിക്കും. ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ. Praise the Lord. Amen. Praise the Lord. Hallelujah. അവിടെ പറഞ്ഞിരിക്കുന്ന 2 വാക്ക്, ഒന്ന് പ്രൈസ് ദി ലോർഡ് സൂക്ഷിക്കും, രണ്ടാമതും സൂക്ഷിക്കുമെന്നാണെങ്കിലും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് 1 കീപ്പ് ചെയ്യുകയും 2 ഗാർഡ് ചെയ്യുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളെ സൂക്ഷിക്കുന്നവനാകുന്നൊരു ദൈവം, നമ്മുടെ കുടുംബങ്ങളെ ഗാർഡ് ചെയ്യുന്നവനാകുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ സൂക്ഷിക്കാൻ ഹല്ലേലൂയ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വന്നാലും നമ്മെ സൂക്ഷിക്കുന്നവനാകുന്ന ഒരു ദൈവം, നമ്മളെ ഗാർഡ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ ആലോചന അതാ. നമ്മുടെ ഏദൻ തോട്ടത്തെ സൂക്ഷിക്കുന്നവനാകുന്നൊരു ദൈവം നമ്മുടെ സഭയെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തെ, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന ഇടങ്ങളെ, നമ്മൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ, ഇതൊക്കെയും ഗാർഡ് ചെയ്യുന്നത് ഒരു ഭക്തൻ എവിടെയുണ്ടോ അതും നിമിത്തമായി ദൈവം അവിടെ സൂക്ഷിക്കപ്പെടും, നമ്മൾ സൂക്ഷിക്കും. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും. ഏതിനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ ആ വാക്കിങ്ങനെ പറയും, യഹോവയായ ഞാൻ, ഹല്ലേലൂയ, യഹോവയാകുന്ന ദൈവം എന്നെ സൂക്ഷിക്കും. അധരങ്ങൾ തുറന്നുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. യഹോവയാകുന്ന ദൈവം എന്നെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ദൈവം അതിനെ നനയ്ക്കും. ഹല്ലേലൂയ. ആരും എന്നെ തൊടാതിരിക്കേണ്ടതിന് യഹോവയാകുന്ന ദൈവം അതിനെ എന്നെ രാവും പകലും സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്ത വചനമായിട്ട് എടുത്തുകൊള്ളു. കർത്താവിൻ്റെ ദാസൻ്റെ വചനമായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വായിച്ചില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ ഗാർഡ് ചെയ്യുകയും നമ്മെ കാക്കുകയും അല്ലെങ്കിൽ ഓരോ ദിവസവും നനയ്ക്കുകയും അതത് സമയത്ത് വേണ്ടുന്നതാകുന്നത് എല്ലാം നൽകി നല്ല വളർച്ച നൽകുന്ന ദൈവം,
നമ്മുടെ കുടുംബത്തെ കർത്താവ് തൊട്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ കുടുംബത്തെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദൂതന്മാരെ വിട്ട് ഗാർഡ് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ഒരു ശത്രുവും ഇനി നോട്ടമിടുവാൻ അനുവദിക്കാതെ വണ്ണം, ഒരു ദുഷ്ടനും അല്ലേലിയ തൻ്റെ മക്കൾക്ക് എതിരെ നിൽക്കുവാൻ ഇടയാകാതെ വണ്ണം, അല്ലേലിയ തല ഉയർത്തി നിന്ന് സംസാരിക്കുവാൻ ഇടയാകാതെ വണ്ണം. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഇങ്ങനെയുണ്ട്, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും ദൈവജനത്തിന് വിപരീതമായിട്ട് തല ഉയർത്തി നിന്ന് സംസാരിച്ചാൽ അവർ അത് ശാപമായി മാറുന്ന ഒരു ദൈവമായ എൻ്റെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ അല്ലേലൂയ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ പ്രിയ കുഞ്ഞുങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ആരും അവർക്ക് വിരോധമായി തീരാതെ വണ്ണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞുങ്ങളെ മുദ്ര വെച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിസ്റ്റർ ലിസയും ഷെറിനെയും ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞുങ്ങൾ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വ്യക്തിയും തല ഉയർത്തി നിന്ന് സംസാരിക്കുവാനിടയാകരുത്. അവരെ ബഹുമാനിക്കുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. അവരെ കർത്താവ് സൂക്ഷിക്കുമാറാകണം. കർത്താവ് അവർക്ക് ഗാർഡായി നിൽക്കുവാനിടയാകണം. ഈ ദേശത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പദ്ധതി ദൈവം അവരിലൂടെ വെളിപ്പെടുത്തുവാനിടയാകുമാറാകണം. അനുഗ്രഹിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ടിൻറ്റു പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ച അവസാനം നന്ദിയോട് സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഞങ്ങളുടെ ദാസനിലൂടെ ഇമ്പമേറിയ ദൈവിക വചനം ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം അപ്പാ. കർത്താവേ, യേശുവിൻ്റെ രക്തത്താൽ ജയം. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ ആരാധന സ്വീകരിച്ചിരിക്കാൽ സ്തോത്രം ചെയ്യാം. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നതിനാൽ സ്തോത്രം ചെയ്യാം. അടുത്ത ഒരാഴ്ചക്കാലം മുഴുവനും ക്ഷേമത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ദൈവവചനം പറഞ്ഞ കർത്താവിൻ്റെ ദാസനെ കർത്താവ് അല്ലേലിയ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. വീണ്ടും ദൈവിക ആലോചനകൾ, ദൂതുകൾ, മറഞ്ഞിരിക്കുന്നതാകുന്ന മർമ്മങ്ങൾ കർത്താവിൻ്റെ ദാസന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനാൽ സ്തോത്രം ചെയ്യാം. കുടുംബമായി കർത്താവ് നിലനിർത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിനു മേലും, അല്ലെങ്കിൽ കൂടി വന്നിരിക്കുന്ന ജനത്തിനു മേലും, സൂമിലൂടെയും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേലും, നമ്മുടെ മാതാപിതാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ മഹത്വം. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. താങ്ക് യു. സമാധാനത്തോടെ എല്ലാവർക്കും കടന്നു പോകുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.